എല്ലാവർക്കും പ്രണയമുണ്ട്. പക്ഷെ ആ പ്രണയത്തെക്കാൾ ഉപരി വാശിയാണ് ഓരോരുത്തരുടെയും വാശി. വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല ആരും. ആ വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്തതിന്റെയാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഡൈവോഴ്സുകളെല്ലാം. നമ്മളിപ്പോഴത്തെ കുട്ടികളെ കല്യാണം കഴിഞ്ഞാലേ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കഴിഞ്ഞാൽ തുടങ്ങും അടി കൂടാൻ. അത് നമ്മൾ തമ്മിൽ സെറ്റ് ആവില്ല, നമ്മൾ വൈബ് ചേരില്ല, നമുക്ക് പിരിയ ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ മാസം തന്നെ അവരും കൂടെ തിരിച്ചു വരുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളൊക്കെ ജീവിതത്തിൽ ബേസിക്കലി കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് രാവിലെ നമ്മൾ പ്രണയത്തിലാവില്ല. ആദ്യം നടക്കുന്നത് ചിലപ്പം 5-10 വർഷമുള്ള ശരിക്കും പ്രണയമേ അല്ല. നമ്മൾ രണ്ട് വീട്ടിൽ നിന്ന് രണ്ടാള്, ഞാനൊരു സംസ്കാരത്തിൽ നിന്ന് വന്നു, അവളൊരു സംസ്കാരത്തിൽ നിന്ന് വന്നു, എന്നിട്ട് നമ്മൾ പരസ്പരം ജീവിക്കാൻ തുടങ്ങി. അവൾ അങ്ങനെയാണെന്നുള്ളൊരു വാശി എനിക്ക്, ഞാൻ അങ്ങനെയാണെന്നുള്ളൊരു വാശി അവൾക്ക്. അതിന്റെ ഇടയ്ക്ക് കലഹിക്കും, അടികൂടും, കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവും, അവൾ അവളുടെ വീട്ടിൽ പോകും. അങ്ങനെയൊക്കെ ആയിട്ട് കുറെ കാലങ്ങൾ കഴിഞ്ഞു പോകും. അതിന്റെ ഇടയ്ക്ക് പിന്നെ പാരന്റിങ്, കുട്ടികള്, അങ്ങനെ അതിൽ ബിസിയായി. അപ്പോഴൊന്നും പ്രണയമല്ലല്ലോ. അങ്ങനെ ഒരു 10-15 ഒക്കെ വർഷം കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു തിരിച്ചറിവിന്റെ പേരാണ് പ്രണയം. അവളില്ലാതെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല, ഞാനില്ലാതെ ജീവിക്കാൻ അവൾക്ക് പറ്റില്ല, എനിക്ക് അവള് മാത്രമേ ഉള്ളൂ, അവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം കുട്ടികളൊക്കെ പറന്നു പോകും. കുറെ കഴിയുമ്പോൾ അങ്ങനെ കുട്ടികൾ വല്ല നമ്മൾ ഒറ്റപ്പെട്ട് വരുമ്പോൾ ജീവിതത്തിൽ എന്നും നമുക്ക് നമ്മളെ ഉണ്ടാവും എന്നുള്ള ഒരു തിരിച്ചറിവുണ്ട്. അവിടെ മുതലാണ് ശരിക്കും ഒരു മാധുര്യമുള്ള ജീവിതം തുടങ്ങുന്നത്. അതിനെന്ത് വേണമെന്ന് വെച്ചാല് അതിലേക്കുള്ള ഒരു യാത്രയായിരിക്കണം വൈവാഹിക ജീവിതം മുഴുവനും. ഇതിന് നല്ല പരിശ്രമം വേണം, നല്ല ക്ഷമ വേണം, കരുതിക്കൂട്ടിയുള്ള കുറെ വിട്ടുവീഴ്ചകളും മറക്കലുകളും പൊറുക്കലുകളും അങ്ങോട്ടുള്ള സർവീസുകളും ഒക്കെ ചെയ്തിട്ട് നമ്മൾ ആ ഒരു മാധുര്യമുള്ള ജീവിതത്തിലേക്കുള്ള കണ്ടിന്യൂസ് പരിശ്രമമായിരിക്കണം ശരിക്കും വിവാഹ ജീവിതം. അത് ചില ആളുകൾ 10-30 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും എന്താവാറില്ല, ആ മാധുര്യം, ആ പ്രണയം അവർ കണ്ടെത്താതെ മരിച്ചു പോവുകയാണ്.